നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നസീർ ഖാൻ മസ്താങ്കൺ. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ നാട്ടുകാരൻ മാത്രമല്ല, എൻ്റെ അയൽവാസി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനിയനും ഞാനും ഒക്കെ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ അടിച്ചു പിടിച്ച് വളർന്നവരാണ്. അപ്പോൾ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് ഇദ്ദേഹം. അപ്പം അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്. കഴിഞ്ഞ ഒരു 2-3 വർഷത്തിന് മുൻപ് അദ്ദേഹത്തിന് ചെറിയൊരു അസുഖം വന്നു. അങ്ങനെ കേരളത്തിലെ ഒരു പ്രമുഖ ആശുപത്രി എന്ന് വേണമെങ്കിൽ പറയാം, എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, അവിടെ ചികിത്സയ്ക്ക് പോയി. ഇപ്പോൾ ചികിത്സാ രംഗത്തെ പിഴവുകളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് മാധ്യമങ്ങളിൽ കേൾക്കുന്നുണ്ട്, കാണുകയും ചെയ്യുന്നു. അപ്പം അതിലെ ഒരു ഇരയെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്ന് അങ്ങനെ ഉണ്ടായ ഒരു ചികിത്സാ പിഴവിൻ്റെ ഭാഗമായി ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിന് പറ്റിയ ബുദ്ധിമുട്ടുകൾ, അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. നമസ്കാരം. നമസ്കാരം. എന്താണ് ആക്ച്വലി ആദ്യം ഈ ആശുപത്രിയിൽ പോകാനുള്ളൊരു കാരണം? 2022 എനിക്ക് നെഞ്ചിനൊരു അസ്വസ്ഥതയായിട്ട് വന്ന്, അങ്ങനെ ഞാൻ നേരെ അവിടുത്തെ ചീഫ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സജി കുട്ടികളുമായിട്ട് കണ്ടു. പിന്നെ പുള്ളി പ്രാരംഭമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, നമ്മളുടെ ഏജ് ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, നമുക്കൊരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം, ഹാർട്ടിൻ്റെ എന്താണ് പ്രശ്നമെന്നുള്ളത്. അങ്ങനെ 2022 ഒരു ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാമിനെ തുടർന്ന് എൻ്റെ ബന്ധുക്കള്, റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു ആൻജിയോഗ്രാം കഴിഞ്ഞ് സാധാരണഗതിയിൽ ആൻജിയോപ്ലാസ്റ്റോ ബൈപ്പാസോ ഒക്കെയാണ് സാധാരണ സജസ്റ്റ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഒരു ബൈ ആർട്ടറിക്കകത്തൊരു ചെറിയ ബ്ലോക്ക് ഉണ്ട്, അത് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാനില്ല. പിന്നെ അത് നമുക്ക് മെഡിസിനൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറും, ഇങ്ങനെ മാറും, അത് ഒരു വലിയൊരു കാര്യമാക്കാനില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. എന്നാലും ഇടയ്ക്കൂടൊക്കെ ഇങ്ങനെ ഈ വേദനകളുണ്ട്. ഡോക്ടറെ കാണുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള മെഡിസിനെ കാര്യങ്ങളൊക്കെ തരും. എന്നിട്ടും സംശയം തീർക്കാൻ വേണ്ടി ഞാൻ അവിടുത്തെ തന്നെ ഡോക്ടർ മനു വർമ്മയെ, ഈ ഡോക്ടറിനെ അറിയാതെ തന്നെ ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണുന്നു. അദ്ദേഹം ഈ അവിടുത്തെ കാർഡിയോളജിസ്റ്റ് 2nd ഡിപ്പാർട്ട്മെന്റിലെ ഒരാളാണ്, ഡോക്ടർ മനു വർമ്മ. മനു വർമ്മ എന്നെ CD ഒക്കെ ഇട്ടിട്ട് നോക്കിയിട്ട് മനു വർമ്മ പറഞ്ഞത്, ഇതിനകത്ത് ഒന്നും പേടിക്കാനൊന്നുമില്ല, ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു കാര്യവുമില്ല, പിന്നെ മെഡിസിനകത്ത് മാറിക്കോളും, ഫ്ലോ ഒന്നുകൂടെ കൂട്ടാനുള്ള ഒരു മെഡിസിൻ തന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേ 2024 നല്ല സിവിയറായിട്ട് വീണ്ടും അറ്റാക്ക് സംഭവിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ, ഏകദേശം 2 വർഷം ആകുമ്പോഴത്തേക്ക്. അങ്ങനെ ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള സൺറൈസ് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് അവിടെ അഡ്മിറ്റായി. അവിടെ ഞാൻ അന്നേരം ഒരു ട്രോപ്പോണിനൊക്കെ ഹൈ ആയിരുന്നു, വല്ലാത്തൊരു കണ്ടീഷനായിരുന്നു. അന്നേരം ഞാൻ അവിടുത്തെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഇതേപോലെ ഞാൻ മെഡിക്കൽ ട്രസ്റ്റിലെ പേഷ്യൻ്റാണ്, എൻ്റെ ഹിസ്റ്ററി മൊത്തം അവിടെ ഉണ്ട്, എന്നെ ഒന്ന് സ്റ്റേബിൾ ആകുവാണെങ്കിൽ എന്നെ മെഡിക്കൽ ട്രസ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം, ഞാൻ മെഡിക്കൽ ട്രസ്റ്റിലോട്ട് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ അതും പ്രകാരം അവരെ പിറ്റേന്ന് എന്നെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് ICU ഫെസിലിറ്റിയുള്ള ആംബുലൻസിനകത്ത് മെഡിക്കൽ ട്രസ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഈ ഡോക്ടേഴ്സിൻ്റെ ടീം എല്ലാവരും വരുന്നു, എന്നെ പരിശോധിക്കുന്നു, വീണ്ടും എനിക്കൊരു ആൻജിയോഗ്രാം സജസ്റ്റ് ചെയ്യുന്നു. ആൻജിയോഗ്രാം സജസ്റ്റ് ചെയ്തപ്പോഴും അന്ന് 20% കൂടെ ആ ബ്ലോക്ക് ഓപ്പൺ ആകുകയാണ് ചെയ്തിരിക്കുന്നത്, എനിക്കുള്ള ആ ചെറിയൊരു പ്രശ്നം. പക്ഷെ അറ്റാക്ക് സംഭവിച്ചു. അന്നേരം അതിനകത്ത് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ എൻ്റെ കുടുംബക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു, അവരുടെ അടുത്തെല്ലാം ഡോക്ടറെ, അന്നേരം എല്ലാവരും പറഞ്ഞു, ഡോക്ടറെ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഇവിടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതിനകത്ത് ചെയ്യാനുമില്ല, അത് ചെയ്യാൻ ഒക്കുന്നിടവുമല്ല എന്ന് പറഞ്ഞ് വീണ്ടും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനകത്ത് തന്നെ എന്നെ വിട്ട് ഇങ്ങനെ കഴിഞ്ഞെങ്കിലും എനിക്ക് എപ്പോഴും ഈ ഒരു ശല്യം എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിനകത്തൊരു
ഒരു 5 കിലോ ഭാരം വെച്ചതുപോലാണ് എപ്പോഴും. അതുപോലെ ശ്വാസം വിടാന് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട്. എന്തായാലും ഒരു നല്ലൊരു കണ്ടീഷൻ അല്ലാത്ത രീതിയിൽ ഇതിങ്ങനെ കൊണ്ട് നടക്കുവാണ്. അങ്ങനെ ഞാൻ പിന്നെ അവിടുന്നും ഇവരുടെ ഈ റെക്കോർഡെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഞാൻ അവിടെ ഒരു അടുത്ത് വേറൊരു അതേപോലെ ഒരു വലിയ കാർഡിയോളജിക്ക് വലിയൊരു ഫേമസ് ഹോസ്പിറ്റൽ റിനായി മെഡിസിറ്റിയിലെ അവിടെ ഡോക്ടർ അരുൺ തോമസിനെ ഞാൻ കാണിച്ചു. ഡോക്ടറെ, ഇന്നതുപോലാണ് കാര്യങ്ങൾ, ഇന്നതുപോലൊക്കെ ഇരിക്കുന്നു, വേദന ഇങ്ങനെ കൂടെ കൂടെ വരുന്നുണ്ട്, എപ്പോഴും ഇതിങ്ങനെ ഒരു ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഡോക്ടർ പറഞ്ഞ് ഇത് നമുക്ക് വേണമെങ്കിൽ, ഇത് വലിയൊരു പ്രശ്നമില്ല കാര്യം, വേണമെങ്കിൽ നമുക്കൊരു പിന്നെ ബലൂൺ ഡ്രഗ് കോട്ടഡ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് വേണമെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതിനകത്തൊരു വലിയൊരു പ്രശ്നം പിന്നെ ഇതിനകത്ത് നമ്മുടെ ഇതിനകത്ത് വെച്ചിട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. വീണ്ടും ഈ 2024 കഴിഞ്ഞിട്ട് 2025 ഇതേപോലെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അന്ന് ഏതാണ്ട് മരണവക്കിലെത്തിയ അറ്റാക്കായി. സെയിം ഇതേപോലെ തന്നെ അറ്റാക്കായി. നേരെ അതിരാവിലെയായിരുന്നു. അതിന് 2 ദിവസത്തിന് മുമ്പേ അതിന് 2-3 ദിവസത്തിന് മുമ്പേ പോയി ഈ ഡോക്ടറെ കണ്ട് എല്ലാം ഫർദർ ചെക്കപ്പുകള് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അറ്റാക്കുമായി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആക്കുന്നു. പിറ്റേന്ന് ആൻജിയോഗ്രാം ചെയ്യുന്നു. അന്നേരം ഇവരെല്ലാം പറഞ്ഞ് ഇനി അതാണ് പ്രശ്നമെങ്കിൽ മറ്റേതങ്ങ് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തേക്കാം. ഡോക്ടർമാരും അവരുടെ സജസ്റ്റ് ചെയ്തു ഇനി ഇതാണ് പ്രശ്നം എന്നുള്ളത്. അന്ന് അതങ്ങ് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു. ഈ ഡ്രഗ് കോട്ടഡ് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു. അത് ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ 1-2 റിസ്ക് ഫാക്ടറുകൾ പറഞ്ഞിരുന്നു. ഇത് ചെയ്യുന്ന വഴിക്ക് മെയിൻ ആർട്ടറിക്കകത്ത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അഥവാ അവിടെ എങ്ങാനും ഇട്ട് ചെയ്യുവാണെങ്കിൽ മെയിൻ ആർട്ടറിക്കകത്ത് എന്തെങ്കിലും ഡാമേജ് ആകുവാണെങ്കിൽ അവിടെ നമുക്കൊരു സ്റ്റെൻറ്റ് കൂടെ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. എന്തായാലും സ്റ്റെൻറ്റ് ഒന്നും വേണ്ടിയിരുന്നില്ല. ഇത് കഴിഞ്ഞ് രാത്രി എന്നെ ICUവിൽ കൊണ്ടുപോയി ഇടുന്നു. എനിക്ക് അതിശക്തമായിട്ടുള്ള നെഞ്ചുവേദന വീണ്ടും വരുന്നു. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഡോക്ടറെ വിളിക്കുന്നു. ഒരു വലിയ ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇത് എന്ത് പറ്റി വീണ്ടും ഈ ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ? അത് 2% പേഷ്യൻസിന് ഇങ്ങനെ വേദന വരാം. ഇതുപോലെ അതേപോലെ എൻ്റെ ഇതിനെതിരെ കൂടാണ് ആൻജിയോഗ്രാം ചെയ്തത്. ഇത് കംപ്ലീറ്റ് അങ്ങ് പൊട്ടിയിട്ട് ബ്ലീഡ് ചെയ്തു. ഫുൾ അങ്ങ് ബ്ലീഡ് ചെയ്തു. എൻ്റെ ഡ്രസ്സ് കംപ്ലീറ്റ് അങ്ങ് ബ്ലഡിനകത്തങ്ങായി. ഞാൻ ഇതെല്ലാം കണ്ടങ്ങ് ഭയന്ന് അങ്ങനെ അവരെടുത്ത് വിളിച്ചു പോകുമ്പോൾ അവർ വന്ന് പെട്ടെന്ന് എമർജൻസി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നു. ഒരു 5 മിനിറ്റ് കൊണ്ട് ECG ഒക്കെ സ്റ്റേബിളായി. പിറ്റേന്ന് ഈ ഡോക്ടർമാർ വന്നപ്പോഴത്തേക്ക് തന്നെ ഞാൻ വീണ്ടും ഇവരെടുത്ത് പറയുന്നു, എനിക്ക് നിങ്ങൾ ഇത് ചെയ്തെങ്കിലും എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടിയിട്ടില്ല. എങ്ങനെ ഞാൻ നേരത്തെ ഇരുന്നു അതേ ഉള്ളൂ എനിക്കിപ്പോഴും അറിയാനുള്ളത്. എനിക്ക് വേറൊരു പുതുതായിട്ടും അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആഴ്ചയൊക്കെ കഴിയും. അങ്ങനെ ഞാൻ ഈ ചെയ്ത പലരിടത്തും ഞാൻ ഇങ്ങനെ ഫോണിൽ കൂടി വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, വേദനയുണ്ടോ? എന്നിട്ട് പറയുന്നുണ്ട് ഒരാഴ്ചയൊക്കെ വേദന കാണും, അങ്ങനെ കാണും, ഇങ്ങനെ കാണും. പക്ഷെ എനിക്ക് അന്ന് മുതലേ എനിക്ക് യാതൊരു സുഖവുമില്ല. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ റിവ്യൂവിന് വേണ്ടി ഈ ഡോക്ടറുടെ അടുത്തോട്ട് പോകുന്നു. സജി കുട്ടികുളത്തിനകത്ത് പോകുന്നു. പിന്നെ രാവിലെ ഞാൻ വിളിച്ച് ചോദിക്കുന്നു. ഡോക്ടർ പറഞ്ഞ്, ഡോക്ടറെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെയാണ്, റിവ്യൂ ആണ്. എന്നെ പറഞ്ഞ് നമുക്ക് വിശദമായിട്ട് നമുക്ക് വൈകിട്ടാവുമ്പം പേഷ്യൻസ് ഒക്കെ ഒഴിയും, നമുക്ക് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം, നമുക്ക് നോക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് വൈകിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേദനയൊക്കെ പിടിച്ച് അങ്ങനെ ഇവിടെ ഇരുന്നു. വൈകിട്ടൊരു 4-4:30 ആയപ്പോൾ ഞാൻ തന്നെ വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ അടുത്ത് കണ്ടു. ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, താഴെ പോയി എമർജൻസി കാഷ്വാലിറ്റിയിൽ പോയി ഒരു ട്രോപ്പോണിൻ ടെസ്റ്റും ഒരു എക്സ്റേയും ഒരു ECG എടുക്കാൻ പറയുന്നു. ഈ താഴെ അവിടെ പോയി ECG എടുക്കുന്നതിന് എന്തൊക്കെയോ വ്യത്യാസങ്ങൾ കാണിക്കുന്നു. ആ നേഴ്സിൻ്റെ പരിഭ്രാന്തി കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വിരളുന്നു. എന്നിട്ട് ആ നേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എന്തോ പറ്റിയ സിസ്റ്ററെ? അത് കുഴപ്പമൊന്നുമില്ല. ഉടനെ ഇവരങ്ങോട്ട് ഓടുന്നു, ഇവരിങ്ങോട്ട് ഓടുന്നു, മറ്റവരെ കൊണ്ട് കാണിക്കുന്നു, ഇത് കാണിക്കുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 4-5 ECG എടുക്കുന്നു. പിന്നെ ബ്ലഡിൻ്റെ നമ്മുടെ അറ്റാക്ക് വരുന്നവരുടെ ട്രോപ്പോണിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് 18-ഉമാണ്. അതിനെ എക്സ്റേയും എടുത്തു. ഞാൻ ഇതും കൊണ്ട് നേരെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഡോക്ടറുടെ റൂമിൽ കാണാൻ പോകുന്നു. എൻ്റെ ഈ റിസൾട്ട് കണ്ട ഉടനെ തന്നെ ഡോക്ടറിന് ചാടി എണ്ണീറ്റു. എന്നിട്ട് പറഞ്ഞു, ഇപ്പം തന്നെ നമുക്ക് ICUവിനകത്തോട്ടൊന്ന് അഡ്മിറ്റ് ആകണം.
ഞാൻ ചോദിച്ചു ഡോക്ടറെ എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ വണ്ടി ഓടിച്ചു വന്നതാണ്, വണ്ടി താണ്ട റോഡിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, വണ്ടിയൊക്കെ ഞാൻ നോക്കി, അതൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അതൊക്കെ ഞാൻ ചെയ്യിച്ചോളാം, ഇപ്പൊ അതിനൊന്നും സമയമില്ല. പറഞ്ഞു തീരുന്നതിന് മുമ്പ് സ്ട്രെച്ചേഴ്സ് വരുന്നു, പിന്നെ കാര്യങ്ങൾ വരുന്നു, എന്നെ ഉടനെ തന്നെ ഐസിയുലാക്കുന്നു. ഐസിയുലാക്കുന്നെന്ന് മാത്രമല്ല പല പല ഇൻസ്ട്രുമെന്റ്സ് മെഷീനറി എല്ലാം എൻ്റെ അടുത്ത് വന്ന്, ഈവൻ എന്താ പറയുന്നത്, നമ്മളുടെ ഇതുവരെ എല്ലാം അടുത്ത് വരുവാണ്. അടുത്ത് വന്ന് ഓരോന്നിനകത്തൂടെ പല സൈസ് മരുന്നുകൾ കയറുവാണ്. പക്ഷെ എൻ്റെ ബോഡിയിൽ എനിക്കൊന്നും അറിയാനില്ല. ഞാൻ അന്നേരം ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നു, ഡോക്ടറെ എന്തൊക്കെയാണ് ഡോക്ടറെ ഇത്രയൊക്കെ വലിയ മെഡിസിൻസ് ഉണ്ട്? എനിക്ക് ഈ മെഡിസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ ഫാർമസി നടത്തിയതുകൊണ്ട് ഇന്ന മെഡിസിൻ ഇന്നതാണെന്നൊക്കെ ഉള്ളതിനകത്ത് അന്നേരം സ്ട്രെപ്റ്റോകൈനേസ്, യൂറോകൈനേസ് എന്നൊക്കെ ഉള്ള മെഡിസിൻസ് എല്ലാം വരുന്നുണ്ട്. അതെല്ലാം 19,000 ഒക്കെ വിലയുള്ള മെഡിസിൻസ് ആണ്. ഇതെല്ലാം സൈഡിൽ കൂടെ വരുന്നുണ്ട്. എല്ലാവരും ജാഗരൂകരായിട്ടിരിക്കുകയാണ്. എൻ്റെ ECGയിൽ കംപ്ലീറ്റ് വേരിയേഷൻസ് ആണ്. പക്ഷേ എനിക്ക് എൻ്റെ ബോഡിയിൽ എനിക്കൊന്നും അറിയാൻ വയ്യ. അങ്ങനെ ഡോക്ടർമാരെല്ലാം ഒരു പരിഭ്രാന്തിയുടെ ലക്ഷണവും പെട്ടെന്നൊരു കാര്യമൊക്കെ ആയി. അത് ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരം ആ സിറ്റുവേഷൻ കവർ ചെയ്ത് നോർമലായി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ 2-3 ഡോക്ടേഴ്സ് വന്നു. അവിടുത്തെ ആ വരുൺ ചെറിയ പറമ്പത്തെന്ന് പറയുന്ന ഒരു ആള്, പുള്ളിയാണ് ഈ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നതിലൊക്കെ ഡൽഹിയിലൊക്കെ എയിംസിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, മിടുക്കൻ ഡോക്ടറൊക്കെയാണ്. ഞാൻ അന്നേരം ഡോക്ടർ വന്നപ്പം ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഡോക്ടറെ എനിക്ക് ഈ ആൻജിയോപ്ലാസ്റ്റ് ചെയ്തതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ, അത് ശരിയാകാതെ വന്നതാണോ ഈ പ്രശ്നം? ഇത് ഇത്രയും വലിയൊരു ഡേഞ്ചർ സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിലായണൊക്കെ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഞാനിത് വെളിയിലെങ്ങാനും ആയിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുന്നത്? അന്നേരം എന്തോ ഇതിൻ്റെ യഥാർത്ഥ കാരണം അത് നിങ്ങൾ പറയുന്നേ, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്തുള്ള തെറ്റാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറ, ഇതുപോലെ ചെയ്ത കാര്യങ്ങൾ തെറ്റായി പോയി, അത് നമുക്ക് പരിഹരിക്കാനുള്ള മാർഗം, അല്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഉടനെ ഡോക്ടേഴ്സ് എല്ലാം കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പിറ്റേന്ന് ഒരു ആൻജിയോഗ്രാം കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ 5ാമത്തെ ആൻജിയോഗ്രാമാണ്. ഈ 5ാമത്തെ ആൻജിയോഗ്രാം വരുമ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നു, ഡോക്ടറെ ഈ ആൻജിയോഗ്രാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നിയൊക്കെ പ്രശ്നമില്ലയോ? അതിനു മുമ്പ് 4 പ്രാവശ്യം ഇവിടെ തന്നെ ചെയ്തു. 4 പ്രാവശ്യവും ഇവിടെ, 3 പ്രാവശ്യം ഇവിടെ തന്നെ ചെയ്തു. പണ്ടൊരു പ്രാവശ്യം പിന്നെ ഒന്ന് ഇവിടെ ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ ഇങ്ങനെ കിഡ്നിയൊക്കെ പ്രശ്നമാവെന്നും കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഡൈ കയറി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അല്ലയോ പറഞ്ഞിട്ടുള്ള 1.5 കൊല്ലമായിട്ടുണ്ട്. അന്ന് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ പാകവും ഞാൻ ഇപ്പൊ എൻ്റെ സേഫ്റ്റിക്കോ വേണ്ടി നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനത് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അത് ഞാൻ ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തു. ഇനി എന്തോത്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത്? അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ തെറ്റാണോ എന്ന് ചോദിച്ചു. അത് നമുക്ക് എന്താണെങ്കിലും നോക്കിയെങ്കിലേ അറിയാൻ ഒക്കുമെന്ന് പറഞ്ഞു. എന്തായാലും നമ്മളുടെ ജീവനാണല്ലോ വലുത്. ഞാൻ അതേപോലെ സമ്മതിച്ചു. ഈ കൊട്ടാരക്കരയിൽ നമ്മുടെ അനിയനും എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് ഇതുപോലെ ഡോക്ടർമാരുടെ സജഷൻ അതാണ്, ആൻജിയോഗ്രാം ചെയ്യണം. അങ്ങനെ ചെയ്തു, വീണ്ടും ചെയ്തിട്ട് അന്ന് ഡോക്ടർ വർമ്മയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ സജി കുരുട്ടുകുളത്തിന് റേഡിയേഷൻ എക്സസ് ആയതുകൊണ്ട് ആ റൂമിൽ പുള്ളിക്ക് കയറാനില്ല. പുള്ളി വെളിയിൽ നിന്ന് ഡയറക്റ്റ് ചെയ്തു. ഡോക്ടർ മനു വർമ്മയാണ് അന്ന് ഇത് ചെയ്തത്. ഡോക്ടർ മനു വർമ്മ ഇതുപോലെ ഇങ്ങനെ എന്നെ ടേബിളിൽ ഇങ്ങനെ കിടത്തിക്കൊണ്ട്, ഞങ്ങളുടെ ഭാഗങ്ങളെല്ലാം ക്ലിയറാണ്, ഇനി നസീർ ഖാന്റെ സംശയം തീർക്കാൻ വേണ്ടി ഞങ്ങൾ തിരിച്ചു ചെയ്യുകയാണ്, ഇവിടെ ചെയ്തണക്കെ കുഴപ്പമൊന്നും കാണുന്നില്ല, തിരിച്ച് ഇങ്ങോട്ട് ചെയ്ത് ഇതൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതിനനുസരിച്ച് അവരുടെ ഇൻസ്ട്രുമെന്റ്സും മെഷീനറിയും ഒക്കെ തിരികെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് കണ്ട് നിങ്ങളുടെ ചെയ്ത ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്, അവിടെ 99.9 പെർഫെക്റ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്നേരം ഒരിടത്ത് ചോദിക്കുന്നു, ഡോക്ടർ ഇതൊക്കെയാണോ, പിന്നെ നിങ്ങൾ ഈ എന്നെ കുത്തിക്കയറ്റി മെഡിസിൻസ് ഒക്കെ എന്തിനു കുത്തിക്കയറ്റുന്നു, എന്താണ് പ്രശ്നം, എന്താണ് കാര്യം? അത് ആ ടേബിളിൽ തന്നെ കിടന്നുകൊണ്ട് പറയുന്നു, എല്ലാ നെഞ്ചുവേദനയും ഹാർട്ട് അറ്റാക്ക് അല്ല, എല്ലാ തലവേദനയും ട്യൂമർ അല്ല എന്നൊരു വാക്കാണ് എനിക്ക് കിട്ടിയത്. അന്ന് അവിടുന്ന് ഈ പറഞ്ഞതുപോലെ എനിക്ക് ഹാർട്ടിനൊന്നും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇറങ്ങി വന്ന് എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഹാർട്ടിൻ്റെ എങ്ങാണോ ആയിരുന്നെങ്കിൽ ഇപ്പൊ 2 മാസമായി വിവരം അറിഞ്ഞേനെന്ന്. വിവരം അറിഞ്ഞേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനമാകും എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. അതേപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി മേലാൽ ഹാർട്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിനകത്തോട്ട് വരണ്ട,
ഹാർട്ടിൻ്റെ പ്രശ്നമേ ഇല്ല, ഞാനത് എവിടെ വേണമെങ്കിലും എഴുതിത്തരാം, ഹാർട്ടിൻ്റെ പ്രശ്നമേ അല്ല. പിന്നെ ഇതിനെപ്പറ്റി ഉള്ള ട്രീറ്റ്മെൻറ്റുകൾ അടുത്ത്. എന്താണ് ഈ വേദന? എനിക്കും അറ്റാക്കാണ് വരുന്നത്, എനിക്ക് സെയിം അറ്റാക്ക്. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ കിടന്നിട്ട് ഇതിനെ നെഞ്ചുവേദന എടുത്തിട്ട് പെണ്ണുമ്പിള്ള അടുത്ത് പറയും ഇടിക്കാൻ പറയുമ്പം പെണ്ണുമ്പിള്ള പറയുന്നത് എന്തുവാ, ഇത് ബലൂൺ ചെയ്തിരിക്കുകയാണ്, അത് പൊട്ടിപ്പോകും. അവർക്ക് പേടിയാ, ഇതിനകത്ത് കിടന്ന് നെഞ്ചിനകത്ത് കിടന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുന്നത് എന്നുള്ളത്. ഞാൻ കിടന്ന് ശ്വാസം എടുക്കുവാണ്, ഒരു നിവൃത്തിയില്ല, ഒരു നിവൃത്തിയില്ല. അങ്ങനെ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിനകത്തോട്ട് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവരെ എനിക്കൊന്ന് അവിശ്വസിക്കുവാൻ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എന്ന് പറഞ്ഞാൽ എത്രത്തോളം അങ്ങ് ഈ കുറച്ച് ഇതായി നല്ല അങ്ങ് കമ്പനിയായി, എല്ലാ കാര്യങ്ങളും നമ്മളടുത്ത് ഓപ്പണായിട്ട് പറയുന്നുണ്ട്, എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് വീണ്ടും ഇത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി വീണ്ടും അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അഡ്മിറ്റായി അവിടുത്തെ ഫിസീഷ്യനെ, അവിടുത്തെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ്, അവിടുത്തെ അവിടുത്തെ പിന്നെ യൂറോ എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ഡോക്ടേഴ്സ് തന്നെ പരിശോധിച്ചു. ചെയ്യുന്ന ടെസ്റ്റുകളെല്ലാം നെഗറ്റീവ്, ഒരു പ്രശ്നവുമില്ല, ഒന്നും കാണുന്നില്ല. അവസാനം അവർ പറഞ്ഞു തൊണ്ടയ്ക്കകത്തൂടെ ക്യാൻസറിന്റെ വല്ലത് വേദന വന്നാലും ഇങ്ങനെ വരാം, അതുകൊണ്ട് പോസിബിലിറ്റി. ഇസോഫാഗസ് മാനുമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, അത് ലേക്ക് ഷോറിലേ ഉള്ളൂ, കുറച്ച് നല്ല കോസ്റ്റ്ലി ആകുന്നതാണ്. അത് ഞങ്ങൾക്ക് ഇവിടെ ഇല്ല, നിങ്ങൾ അവിടെ പോയി ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അതും ചെയ്തു. അത് ചെയ്യാൻ കയറുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നു അതിനകത്തെങ്കിലും എന്തെങ്കിലും കാണണമെന്ന്. എന്ന് പറഞ്ഞാലേ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ടെസ്റ്റിന് പോകുമ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുന്നത് രോഗമൊന്നും കാണല്ലേ എന്നാണ്. പക്ഷെ ഞാൻ നേരെ തിരിച്ചാ പോയി, ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പമായിരിക്കണം, നമുക്ക് അറിയണ്ടേന്നുള്ള. ഞാൻ ഇങ്ങനെ ഈ വേദനയും ചുമന്നുകൊണ്ട് അതിനിടയ്ക്ക് ഡോക്ടറെ അടുത്ത് ഞാൻ ഇടയ്ക്കൊന്ന് കാനഡയിൽ പോകാൻ നേരത്തെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ എനിക്ക് സർട്ടിഫിക്കറ്റ് വരെ തന്നതാണ്. ഫ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഹാർട്ട് പേഷ്യൻ്റ് അല്ല, വേറെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, നമ്മൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെയാണ്. അതിനുശേഷം ഇതും കഴിഞ്ഞിട്ട് എന്തോ ആയാലും ഇതെല്ലാം കഴിഞ്ഞ് ഡോക്ടർ വളരെ സമാധാനമായിട്ട് തട്ടി ഉണർത്തി ഒക്കെ വിട്ടിട്ട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമുക്ക് ഒരു മെന്റലി ചിലർക്ക് തോന്നും വേദന ഉണ്ടെന്ന്, നമ്മളെ മാനസിക രോഗി ആക്കി എന്നുള്ളതല്ല അത് കേട്ടോ. അതിനകത്ത് ഉടനെ ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് വിടുക. 24 മണിക്കൂറിൽ 20 മണിക്കൂർ എന്നെ ഉറക്കി കിടത്തുക. രാവിലെ എണീക്കുക, ഒരു ചായ കുടിക്കുക, വീണ്ടും കിടന്നുറങ്ങുക, രാവിലെ അടുത്ത് എന്തെങ്കിലും കഴിക്കാൻ നേരത്ത് ഇറങ്ങുക, വീണ്ടും ഉറങ്ങുക, ഉച്ചയ്ക്ക് എണീക്കുക. അങ്ങനെ ഏതാണ്ട് 20 ദിവസം പോയി. 20 ദിവസം ഉറക്കി കിടത്തിക്കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എന്ന് പറഞ്ഞു ഈ ട്രീറ്റ്മെന്റ് നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഉണർന്നിരിക്കുന്ന സമയത്ത് വേദനയും ഉറങ്ങാത്ത സമയത്ത് ഉറങ്ങിക്കൊണ്ട് മരിച്ചു പോകുന്ന ലക്ഷണമാണെന്ന് പറഞ്ഞു. സത്യം ഇതിനകത്ത് പറഞ്ഞില്ല, അതിനകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാ ഓൾ റെക്കോർഡ്സ് എൻ്റെ കയ്യിലുണ്ട്. റെക്കോർഡ്സ് ഉണ്ടെന്ന് മാത്രമല്ല ഈ മെഡിക്കൽ റിപ്പോർട്ടുകൾ കംപ്ലീറ്റ് അവരുടെ ഡെയിലി ഷീറ്റ് ഞാൻ പണം അടച്ച് എൻ്റെ ആ ഹോസ്പിറ്റലിൻ്റെ ഫയലിൻ്റെ കോപ്പി കംപ്ലീറ്റ് ഞാൻ എടുപ്പിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഇനി വീട്ടിൽ പോയി നെഞ്ചുവേദന വരും, ഇത്രയും വലിയ ഡോക്ടർമാർ പറഞ്ഞില്ലേ എന്തായാലും ഹാർട്ട് അറ്റാക്കിനകത്ത് മരിക്കാനൊന്നും പോകുന്നില്ല, വേറെ എന്തെങ്കിലും വേദനയായിരിക്കും. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ ഒരു ശനിയാഴ്ച രാവിലെ അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകാനുണ്ടായ സാഹചര്യം അതേപോലെ വേദന. എന്തായാലും അന്നേരമൊക്കെ എൻ്റെ കൂട്ടുകാരും എൻ്റെ ഫ്ലാറ്റ് നെയ്ബേഴ്സും അവരെല്ലാം പറഞ്ഞു ഇനിയെങ്കിലും നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്നൊന്ന് മാറ്, വേറൊരു ഡോക്ടറെ കൂടെ ഒന്ന് കാണിച്ചു നോക്ക്. ഞാൻ പറഞ്ഞ അവിടെ ഒരു 3-4 പേര് ഡോക്ടേഴ്സ് നോക്കുന്നതാണ്, ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് നോക്കുന്നതാണ്, ഒരു പ്രശ്നവും ഇല്ല, ഇതൊക്കെയാണ് ശരി. എന്തായാലും അന്നത്തെ ഈ വേദനയിൽ ഞാൻ വീണ്ടും ഈ റനായി മെഡിസിറ്റിയിലെ അരുൺ തോമസിൻ്റെ അടുത്ത് പോകുന്നു. നമ്മൾ ഡോക്ടറെ ഒരു കാർഡിയോളജി വന്ന് എന്തെങ്കിലും ഒരു പേഷ്യൻ്റ് വന്നൊരു കാര്യം പറയുന്നത് പോലെ എന്നെ നോക്കി വിടല്ലേ, ഞാൻ ഏതാണ്ട് ഒരു 3-4 മാസം കൊണ്ട് ഒരു 3-5 ആൻജിയോഗ്രാമും കഴിഞ്ഞ് ഇങ്ങനെയുള്ള പ്രശ്നവും കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ പ്രശ്നം എന്താണെന്ന് ഡോക്ടർ ഒന്ന് കണ്ടുപിടിക്കണം. ഡോക്ടർ എൻ്റെ CD പുള്ളി അറിയാമല്ലോ, എല്ലാം നല്ല നല്ല ഭയങ്കര ബിസി ആയിട്ടുള്ള ഡോക്ടറാണ്. ആ ടൈമിലും എൻ്റെ CD പുള്ളി ഇരുന്ന് കണ്ട്
ഏതാണ്ട് അരമണിക്കൂറോളം അതിനുവേണ്ടി മാത്രം ചെലവഴിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം ഇതൊന്നുമല്ല, ഇപ്പം നടന്നതൊന്നുമല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ ബൈ ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുന്നില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. അത് ഒന്നുകൂടൊന്ന് കൺഫേം ചെയ്യുന്നതിന് എനിക്കൊരു ആൻജിയോഗ്രാം ചെയ്യണം. ആ ഡോക്ടർ ഉണ്ടെ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇനിയൊരു ആൻജിയോഗ്രാം ഞാൻ എന്തായാലും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. അത് മതിയാ, പുള്ളിയും പറയുന്നുണ്ട്. പക്ഷെ പുള്ളി എനിക്ക് തന്ന മെഡിസിൻ എന്ന് പറഞ്ഞാൽ പഴയ മെഡിസിൻസ് കംപ്ലീറ്റ് അങ്ങ് മാറി. പുള്ളിയുടേതായിട്ടുള്ള രീതിയിലുള്ള മെഡിസിൻ തന്ന് ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് എൻ്റെ വേദന കംപ്ലീറ്റ് അങ്ങ് മാറിയെന്ന് പറയാം. മാറിയെന്ന് മാത്രമല്ല, പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് അതേ വേദന തന്നെ വീണ്ടും വന്നു. വീണ്ടും ഞാൻ മെഡിസിൻ കഴിച്ചോണ്ടിരുന്നപ്പോൾ പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മെഡിസിനകത്ത് നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ വീണ്ടും വേദന വന്നപ്പം ആ ഡോക്ടർ വീണ്ടും എന്നെ ഒരു ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാതെ വീണ്ടും ഞാൻ ആ ഡോക്ടറെ അടുത്ത് പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. അങ്ങനെ ഞാൻ ഡോക്ടർ അമൃത ഹോസ്പിറ്റലിലെ അവിടുത്തെ ചീഫ് കാർഡിയോളജിസ്റ്റിനെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് പുള്ളിയുടെയും കൂടെ ഒരു അഡ്വൈസ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി. പുള്ളിയുടെ അടുത്ത് ഞാൻ ഇതേപോലെ ഹിസ്റ്ററി കംപ്ലീറ്റ് പറഞ്ഞു, ഡോക്ടറെ ഞാനൊരു കാർഡിയോളജി എളുപ്പം വന്ന് നോക്കി, ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് ഒന്ന് പോയി എന്തെങ്കിലും ഒരു മെഡിസിൻ വാങ്ങിച്ച് കുറിച്ചുകൊണ്ട് പോയി കഴിക്കുന്ന ഒരു സെറ്റപ്പിലല്ല വന്നത്. പുള്ളിയുടെ ഡോക്ടർ രാജേഷ് തച്ചത്തൊടി, ആ ഡോക്ടർ എന്നെ പുള്ളി എൻ്റെ ഈ ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു ചാക്ക് കെട്ടിനകത്തായിരിക്കുന്നത്. ഏതാണ്ട് 80-ൽ പരം ECG ആണ് ഒരു മാസത്തിനകത്ത് മെഡിക്കൽ ട്രസ്റ്റിൽ എടുത്തത്. അതേപോലെ എക്കോയെ മറ്റുള്ള കാര്യങ്ങള് ഇതെല്ലാം ഇരിപ്പുണ്ട്. അപ്പം ഇദ്ദേഹം അത് നോക്കുന്നതിന് മുമ്പേ എൻ്റെ പറഞ്ഞ CD എടുക്കാൻ പറഞ്ഞു. ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള CD-യും ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ എമർജൻസി ചെയ്തല്ലോ, ആ 2 CD-യും കൂടി പുള്ളിയിട്ട് കണ്ടിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ പ്രശ്നം ബ്ലഡ് പമ്പിങ് നടക്കുന്നില്ല, അത് ചില സമയത്ത് ഫുള്ള് സ്റ്റോപ്പ് ആവുകയാണ്, അതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ ഈ പറഞ്ഞതിന്റെ ഒരു ഭാഗം കറക്റ്റാണ്, ഒരു ഹാഫ് കറക്റ്റാണ്. പമ്പിങ് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി പറഞ്ഞത് ഇത് ചില സമയത്ത് അത് വിശദമായിട്ട് നോക്കുമ്പോഴത്തേക്കൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് തന്നെ ചോദിക്കുന്നു, ഡോക്ടർ രാജേഷിന്റെ അടുത്ത് ചോദിക്കുന്നു, ഡോക്ടറെ ഇനി നമുക്കൊരു ആൻജിയോഗ്രാം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇനി എന്തിനാ ആൻജിയോഗ്രാം ചെയ്യുന്നു? ഇതിനകത്തുണ്ടല്ലോ എല്ലാം, ഇതിനകത്തെല്ലാം ഉണ്ട്, ആൻജിയോഗ്രാം ഉണ്ട്, ഇതിനകത്ത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അന്നേരം ഞാൻ ചോദിച്ചു, മറ്റേ അന്ന് തന്നെ ചെയ്ത ആൻജിയോപ്ലാസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ അതന്നേരം അവർ ഡോക്ടേഴ്സാണ്, അവർ അത്ര അങ്ങോട്ട് കുറ്റം പറഞ്ഞില്ലെങ്കിലും അതൊന്നും എൻ്റെ ബോഡിയിൽ, എൻ്റെ ശരീരത്തിൽ ഞാൻ കഴിച്ച മരുന്നുകളൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നും അന്ന് കഴിച്ച മരുന്നും തങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാകും അതിനകത്തുള്ള വ്യത്യാസം. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ മെഡിസിൻ കഴിച്ച് ഞാൻ മെഡിസിൻ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് അതുകൊണ്ട് എന്താ പറയുന്നത്, ഫുള്ളെന്നല്ല ഒരു 50% ആയി കഴിഞ്ഞ് വീണ്ടും ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നു. ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെ ഇടയ്ക്കൂടെ വേദന ഉടനെ പറഞ്ഞു, നിങ്ങളുടെ ഇത് ശലം പഴയ അസുഖമാണ്, ഒരു 3 മാസം മെഡിസിൻ കണ്ടിന്യൂസ് പോയി കഴിഞ്ഞെങ്കിലേ ഇത് രക്തക്കുഴലുകളൊക്കെ വികസിക്കണം. അന്നേരം ഹെവി ഡോസ് മരുന്നാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, ഹെവി ഡോസ് ആ മരുന്ന് തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് ഏതാണ്ട് ഒരു 95% എൻ്റെ ഹാർട്ടിൻ്റെ അസുഖം മാറി എന്ന് തന്നെ പറയാം. ഈ അമൃതയിലെ ട്രീറ്റ്മെന്റും ഉണ്ട്. ഈ രോഗം കണ്ടുപിടിക്കാതാണ് ഇത്രയും നാൾ മെഡിസിൻ കഴിച്ചത്. മെഡിസിൻ മാത്രം കഴിച്ചതെന്ന് ലക്ഷക്കണക്കിന് രൂപയും ഓരോ പ്രാവശ്യം ആൻജിയോഗ്രാം കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് ഒരു 90, 100, 1 ലക്ഷം രൂപ, 1.25 ലക്ഷം രൂപ വെച്ച് ആൻജിയോഗ്രാമും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ആൻജിയോപ്ലാസ്റ്റ് എല്ലാം കൂടി ചെയ്ത് 2,40,000 രൂപ അന്ന് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഒരു ആൻജിയോഗ്രാം ഉടനെ തന്നെ ചെയ്തു 67,000. പിന്നെ ഇപ്പൊ എന്താണ് പിന്നെ അതിന്റെ സൈഡ് എഫക്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണ് പെട്ടെന്ന് എൻ്റെ വിഷൻ അങ്ങ് പോയി, റൈറ്റ് ഐയുടെ. ഏതാണ്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് അതിലൊരു 20 ദിവസം ഞാൻ ഫുൾ വിഷൻ പോയിട്ട് ആകെ കിടന്ന് വിഷമിച്ചു. അങ്ങനെ ഞാൻ തിരുനെൽവേലി അരവിന്ദ ഐ ഹോസ്പിറ്റലുമായിട്ടാണ് ബന്ധപ്പെട്ടത്. അവർ അവിടുന്ന് പ്ലഗ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു. പ്ലഗ് ട്രീറ്റ്മെന്റ് അത് നല്ല കോസ്റ്റ്ലി ആണ്.
അത് ചെയ്ത് എടുത്ത് വെച്ചിട്ട് ഏതാണ്ട് ഒരു 50% വിഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം. ഇനി അടുത്ത 2 വലിയ ഓപ്പറേഷൻ ചെയ്യണം. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇത് അടുപ്പിച്ചടുപ്പിച്ചുള്ള ആൻജിയോഗ്രാമുകൾ, മറ്റുള്ള കാര്യങ്ങൾ, മെഡിസിൻസ്, അതേപോലെ വെയിനിൻ്റെ ഓരോ കാര്യങ്ങൾ, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനകത്താണ് ഇപ്പം ഏറ്റവും വലിയൊരു വല്ലാത്തൊരു പരാജയത്തിലാണ്. ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ മെഡിക്കൽ ട്രസ്റ്റിനായിട്ട് പല ഇടപാടുകളും എല്ലാം നടത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണം, നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു പോയി, മനുഷ്യ ശരീരത്തിൽ ചെയ്തു പോയി തിരിച്ചെടുക്കാനൊക്കില്ല, പക്ഷേ നിങ്ങളെ കൊണ്ട് എനിക്ക് തിരിച്ചെടുക്കാൻ ഒക്കുന്ന ചില സംഗതികളുണ്ട്, എനിക്കുള്ള തുടർ ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് ചെയ്തു തരാം, എന്നിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള പൈസകളെല്ലാം എനിക്ക് തിരിച്ചു തരാൻ ഒക്കും. അതിനൊന്നും യാതൊരു മറുപടിയും തന്നിട്ടില്ല. ഞാൻ രേഖാമൂലം ഈ 3 ഡോക്ടേഴ്സിനും മെഡിക്കൽ ട്രസ്റ്റ് MDക്കും ഞാൻ രജിസ്റ്റേർഡ് ലെറ്റർ അയച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രി, നമ്മുടെ CMന്, കഴിഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രി, പുതിയ ആരോഗ്യവകുപ്പ് രണ്ടുപേർക്കും കൊടുത്തിരുന്നു. പഴയ CMന്, പുതിയ CMന്, പിന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോം മിനിസ്റ്റർക്ക്, പിന്നെ DGPക്ക്, സിറ്റി പോലീസ് കമ്മീഷണർക്ക്, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക്, ജില്ലാ കളക്ടർക്ക്, ഇവർക്കെല്ലാം ഞാൻ പരാതി അയച്ചിട്ടുണ്ട്. അതിൽ നിന്നും എനിക്ക് 2 ഇടത്തുനിന്ന് എനിക്ക് എൻ്റെ നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. ഒന്ന് നമ്മളുടെ സെക്രട്ടേറിയറ്റിൽ നിന്നും, പിന്നെ വീണ ജോർജിൻ്റെ ഓഫീസിൽ നിന്നും, ഒന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സിൽ നിന്നും പിന്നെ നമ്പർ ഇട്ട് നിങ്ങളുടെ കേസ് ഞങ്ങൾ ഫയലിൽ എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. എനിക്കിപ്പം ഒരു വലിയൊരു എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തുടർ ചികിത്സയ്ക്ക്, ഞാൻ ഏതായാലും ഒരു സീനിയർ സിറ്റിസൺ ആണ്, ഇതെല്ലാം കഴിഞ്ഞ് മക്കളെല്ലാം കെട്ടിച്ച് കഴിച്ച് വിശ്രമ ജീവിതത്തിനകത്ത് ഇരിക്കുന്ന ഒരു ആളാണ്. എന്നിൽ നിന്നും ഈ വാങ്ങിയ പണങ്ങളാണ് എനിക്ക് തിരിച്ചു കിട്ടണം. ഏകദേശം എത്ര ലക്ഷം രൂപ? ഏകദേശം ഒരു 2022 മുതൽ ഒരു 20 ലക്ഷം രൂപയോളം പുറത്തോളം ആയി. അനാവശ്യമായിട്ട് നമ്മളെ അനാവശ്യം എന്ന് പറഞ്ഞാൽ ഇത് ഒന്നും ആവശ്യമുള്ളതല്ല. ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം തുടങ്ങിയ ഈ 3 മാസമാണ് എൻ്റെ ശരീരത്തിൽ ആവശ്യമുള്ള ട്രീറ്റ്മെന്റ്. നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മുടെ മേടിച്ച ഈ 10-20 ലക്ഷം രൂപയും നമുക്ക് തിരിച്ചു തരണം. എനിക്ക് കോമ്പൻസേഷൻ ഇനിയുള്ള തുടർ ചികിത്സയുടെ ചെലവുകളും എനിക്ക് കോമ്പൻസേഷൻ തരണം. അതാണ് എന്തായാലും എൻ്റെ ശരീരത്തിൽ കുത്തിവെച്ച മരുന്നുകളൊന്നും തിരിച്ചെടുക്കാനൊക്കത്തില്ല. എൻ്റെ കിഡ്നി ഡാമേജ് ആയി, കിഡ്നി യൂറിൻ ആൽബുമിൻ 297 ഒക്കെ ആയി. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത മരുന്നുകൾ മൊത്തം കഴിച്ച് നാശമായിട്ട് ഇരിക്കുകയാണ്. ഈ കൂടെ പെയിൻ കില്ലർ കഴിക്കുക ഉണ്ട്. പെയിൻ കില്ലർ നമ്മൾ കേട്ടിട്ടുണ്ട്. പെയിൻ കില്ലർ ആവശ്യമില്ലാതെ ഓവർഡോസ് പെയിൻ കില്ലർ കഴിച്ചാൽ എന്ത് കാര്യത്തിന് ചെന്നാലും ഒരു മെഡിസിൻ അങ്ങോട്ട് എഴുതുക, അതുകൊണ്ട് കഴിക്കുക. ഈ പറഞ്ഞില്ലേ, വേദനയായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ വേദന എന്നങ്ങോട്ട് പറഞ്ഞ് നെഞ്ചുവേദന എന്ന് പറയുമ്പോഴത്തേക്ക് ഹാർട്ടിന്റെ അവര് ഏതെല്ലാം പരിപാടികൾ അതിനകത്തിടാമോ അത് ആ മെഡിസിൻസ് എല്ലാം തന്നു. പക്ഷേ എൻ്റെ ഈ പമ്പിങ് എന്നുള്ള ഭാഗത്ത് അവർ എത്തിയിട്ടില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ആൻജിയോഗ്രാം കണ്ടിട്ട് 2 ഡോക്ടേഴ്സ്, 2 കാർഡിയോളജിസ്റ്റിനെ അവർക്ക് ഇട്ട് കണ്ട ഉടനെ തന്നെ മനസ്സിലാകുന്നു പമ്പിങ്ങിന്റെ പ്രശ്നമാണ്, ഇതുപോലെ ഇങ്ങനെ ഇതാവുന്നത്. ഇത് ഇവർക്ക് കാണുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സജി കുരുട്ടുകുളം എന്നെ വിളിക്കുന്നുണ്ട് ഫോണിൽ, കാണാത്തത് കൊണ്ടാണ്. ഞാൻ ചോദിച്ചു എന്താ ഡോക്ടറെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അത് എൻ്റെ അടുത്ത് വരുന്ന ഒരു പേഷ്യൻറ്റിനെ കാണാത്തത് കൊണ്ടാണ്. അന്ന് ഞാൻ സജി ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ എൻ്റെ ജീവൻ വെച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്, എന്നെ എവിടെങ്കിലും ഡോക്ടർക്കൊന്ന് എന്നെ വിടാമായിരുന്നു അടുത്തേ, അല്ലെങ്കിൽ ഡോക്ടറുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തോ ഡോക്ടറുടെ പഠിപ്പിച്ച പ്രൊഫസർമാരുടെ അടുത്തോ ആരുടെ അടുത്തെങ്കിലും ഒരു അഡ്വൈസും കൂടെ ചോദിക്കാൻ വേണ്ടി എന്നെ വിടായിരുന്നു. അത് ഡോക്ടർ ചെയ്തില്ല. ഞാനിവിടെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഇവിടെ കിടന്ന് നിലവിളിക്കുമ്പോഴും എൻ്റെ വൈഫും എൻ്റെ കൂട്ടുകാരും അവരും എല്ലാം പറയുന്നത്, മെഡിക്കൽ ട്രസ്റ്റിലെ ഇത്രയും വലിയ കാർഡിയോളജിസ്റ്റുകൾ പറഞ്ഞിട്ടില്ലയോ ഇത് ഹാർട്ട് അറ്റാക്ക് അല്ല, ഇത് ഹാർട്ടിന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ എന്നെ ഇങ്ങനെയാണ്. ഹാർട്ടിന്റെ പ്രശ്നമല്ലെന്ന് പറഞ്ഞാലും വേറെ എന്താ പ്രശ്നം എന്നുള്ളത് അവർ പറയുന്നില്ല. അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇത്രയും ടെസ്റ്റുകൾ, അനാവശ്യമായിട്ടുള്ള ഈ ടെസ്റ്റുകൾ മൊത്തം നടത്തി, എന്തെല്ലാം വയറിനകത്ത് ചെയ്യാനുള്ള ടെസ്റ്റ്, നെഞ്ചിനകത്ത് ചെയ്യാനുള്ള, തലയ്ക്കകത്ത് ചെയ്യാനുള്ള എല്ലാ ടെസ്റ്റുകളും ന്യൂറോയിലെ ഡിവിഷൻസ് കംപ്ലീറ്റ് നോക്കി. ഇനി പിന്നെ അവര് ഇതൊന്നും നമ്മൾ അയച്ച കത്തിനൊന്നും മറുപടിയും തരുന്നില്ല, അവർ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ എന്താണ് അടുത്ത നടപടി? ഒന്നും ചെയ്തില്ല. അങ്ങനെ ഞാൻ ഈ ഡോക്ടർക്കും മെഡിക്കൽ ട്രസ്റ്റിലെ MDക്കും ഞാൻ രേഖാമൂലം കൊടുത്തു. ഞാൻ സത്യാഗ്രഹം ഇരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. എനിക്കിനി ഞാൻ ഏതാണ്ട് ഇപ്പോൾ ഒരു 66 വയസ്സ് കഴിഞ്ഞു. ഇനി ഞാൻ ഈ കോടതിയിൽ പോയിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 15 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്കൊരു വിധി ഉണ്ടായിട്ട് എന്ത് നടക്കാനാണ്?
ഞാൻ സത്യാഗ്രഹം ഇരിക്കാൻ തീരുമാനിച്ചു. ഡോക്ടേഴ്സിന്റെ വീട്ടിലും പിന്നെ ഈ ഹോസ്പിറ്റലിന്റെ മുമ്പിലും സത്യാഗ്രഹം ഇരിക്കും. അതിന് ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറുടെ അടുത്ത് ഞാൻ സമാധാനപരമായിട്ട്, അല്ലാതെ ഒരു അക്രമത്തിനോ ബഹളത്തിനോ ഒന്നും അല്ല, സമാധാനപരമായിട്ട് ചെയ്യാൻ വേണ്ടി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ചർച്ച അനുസരിച്ചിട്ട് ഞാൻ അത് ചെയ്യും. ഈ ഡോക്ടർ അല്ലെങ്കിൽ ഈ ഡോക്ടർമാരെ എന്നെ കൊണ്ടൊക്കുന്ന രീതിയിൽ അവരുടെ പോകുന്ന ഭാഗങ്ങൾ ഞാൻ തടയും. ഇത് കേട്ടിടത്തോളം വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് നമ്മൾ ഈ കേട്ടത്. ഒരു മനുഷ്യന്റെ ജീവൻ വെച്ച് പന്താടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. മനുഷ്യജീവനാണ്. വേദന കൊണ്ട് പൊളയുമ്പോൾ അതെങ്ങനെയും എൻ്റെ വേദന അതെന്തുകൊണ്ടാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹവും അതിനുള്ള ആകാംക്ഷയും അതുപോലെ ജീവൻ നിലനിർത്താനുള്ള പോരാട്ടവും. അപ്പം അത് കണക്ക് പറഞ്ഞേ പറ്റൂ. അതിന് വേണ്ടത് ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെൻറ് അതിന് മുൻകൈ എടുക്കണം. ഇദ്ദേഹത്തിൻ്റെ പരാതി പരിഹരിക്കണം. അത് മാത്രമാണ് ആവശ്യം. തീർച്ചയായിട്ടും അതാണ്. അത് എത്രയും പെട്ടെന്ന് ഞാൻ ഗവൺമെന്റ് ലെവലിലും ഇവരുടെ അടുത്തുമെല്ലാം ഞാൻ പല ആവർത്തി പല കാര്യങ്ങൾ പലർക്കും മെയിൽ ചെയ്തും ലെറ്റർ എഴുതിയും കാര്യങ്ങളും എല്ലാം ഞാൻ ആവശ്യപ്പെട്ടതാണ്. ഇതുവരെയും ആരുടെ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയോ ഒന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇനിയിപ്പം നാളെ തന്നെ കണ്ണിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വീണ്ടും തിരുനെൽവേലി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. മെംബ്രെയിൻ ഓപ്പറേഷൻ ഏതാണ്ട് 1.3 ലക്ഷം രൂപ ഇപ്പോൾ ഇനി ഉടനെ ചിലവാക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ വിഷൻ ഇല്ലാതെ ജീവിക്കാനൊക്കെ ഇല്ലല്ലോ. ഇനി ആ വിഷൻ വീണ്ടെടുക്കാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. അവരുടെ മറുപടി എന്താണെന്ന് അറിയാം. നമുക്ക് വരുന്ന ആളുകളിൽ അതിനുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇതൊരു നഷ്ടപരിഹാരത്തിന്റെ കാര്യമല്ല. 65 വയസ്സ് കഴിഞ്ഞ മനുഷ്യന് 10-15 വർഷം കഴിഞ്ഞിട്ട് നഷ്ടപരിഹാരമോ മറ്റ് ആനുകൂല്യങ്ങളോ കിട്ടിയിട്ട് കാര്യമില്ല. പുള്ളിയുടെ ഇപ്പോഴത്തെ തുടർ ചികിത്സയ്ക്കും ജീവിതത്തിനും വേണ്ടിയുള്ള ചെലവുകളാണ് പ്രധാന വിഷയം. അത് ആശുപത്രിക്കാർ എത്രയും പെട്ടെന്ന് കൊടുത്ത് സെറ്റിൽ ചെയ്യുക. അല്ലാതെ നിങ്ങളെ കൊടുക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ നിങ്ങളെ തുറന്നു കാട്ടാനോ അല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഈ ചികിത്സാ പിഴവ് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അയാളിൽ നിന്നും വാങ്ങിയിരിക്കുന്ന പണം, അതോടൊപ്പം അതിൻ്റെ നഷ്ടപരിഹാരം അത് കൊടുത്ത് ആശുപത്രിക്കാർ പ്രശ്നം പരിഹരിക്കണം. അദ്ദേഹത്തെ കൊണ്ട് ഇനിയൊരു സത്യാഗ്രഹം ഇരിപ്പിക്കാനോ പരാതിയുമായി പോകാനോ ഇടവരുത്താതിരിക്കുക. അതാണ് ആശുപത്രിക്കാർ ചെയ്യേണ്ടത്. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ ദിവസം ഡോക്ടറെ കണ്ടപ്പോൾ ഇനി ഓപ്പറേഷൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാഴ്ച തിരിച്ചു കിട്ടില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇനിയും ആ മനുഷ്യനെ കഷ്ടപ്പെടുത്താതെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക്, ബാക്കിയുള്ള ജീവിതത്തിന് വേണ്ടി നിങ്ങളുടെ ചികിത്സാ പിഴവിൻ്റെ ദുരിതം അനുഭവിച്ച് ജീവിക്കുന്ന ആ മനുഷ്യന് ജീവിതം കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം അത് ചെയ്തു കൊടുക്കുക. അത്രയേ നിങ്ങൾക്ക് ചെയ്യാനാകൂ.